എടാ വീടിൻ്റെ അവസ്ഥ കണ്ടാ നീ വീട് കണ്ടിട്ടില്ലല്ലോ. അടുക്കള അടുക്കള ഒറ്റക്കായി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അടിച്ചു വരാണ്ടെല്ലാം കാണണ്ട. നിനക്ക് പിന്നെ കാണണമെന്നുള്ള ആശയമോ ഒരു കാര്യവും ഇല്ലല്ലോ. നീ അങ്ങനെ തോന്നിയ പോലെ ഞാൻ ഫോണിൽ പൈസ ഇട്ട് നീ കോളും ചെയ്യൂല. ചാർജ് ഓക്കെ അത് ചാർജ് കൂടുതലാന്ന് തോന്നുന്നു. വീടിൻ്റെ അവസ്ഥകൾ സ്റ്റാർ കേസ് അത് മേലെല്ലാം ചാർജ് ഫുള്ളാന്ന് തോന്നുന്നു. ചാർജ് ഫുള്ളാന്ന് തോന്നുന്നു. ഇത്രയും ഭാഗം വേറെ ആൾ കെട്ടിയതാണ്. അതെല്ലാം ഇപ്പം ആടെയെല്ലാം വേറെ ആൾ കിട്ടിയ 2 ദിവസം പണിക്കാൾ നിർത്തിച്ചിട്ട് എടുപ്പിച്ചിട്ട് നോക്കുമ്പോൾ ചെറിയ പണി നീങ്ങാണ്ട് ഞാനാണ് ഇപ്പം കല്ല് വെക്കുന്നത്. 4000 ഉറുപ്പ്യ 2 ദിവസം കൊണ്ട് 2 ആൾ വന്ന് പണിയെടുത്തി. ഇതെല്ലാം ഞാൻ വെച്ചതാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ വെച്ചു. ഒറ്റക്ക് വെച്ച് ഇത്ര ദിവസമായി പണിയെടുക്കും. ആരുമില്ല സമയത്തിന്. ഇനി നീ വന്നിട്ട് വേണം ഉഷാറാക്കാൻ. വേറെ ആരും വരൂല. എൻ്റെ അമ്മച്ചിയൊന്നും വരുമൊന്നുമില്ല. ഓള് നാട് വിട്ടേന്. ഓളെ ചെളുക്കെ കുത്തിയോണ്ടാണ് എൻ്റെ കൈ മെനക്കെടുത്താത്തത്. ഞാൻ മര്യാദ ആയതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഞാൻ പണ്ടേ കാരണം കുറ്റി പൊളിച്ചിട്ടുണ്ടാവും. എന്തോ എൻ്റെ കയ്യിൽ നിന്ന് അളകുന്നില്ല. അളകാത്ത വീഴാതെ കൊണ്ടാണ്. വീണിട്ടുണ്ടെങ്കിൽ അവളെ പൊളിച്ചത് ഞാൻ കഴിക്കും. ഓരോ ദിവസം വരും. ഓരോ ദിവസം ഒരു എല്ലാത്തിനും ഒരു ടൈമുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ കെട്ടണം. ഇങ്ങനെ കെട്ടിയിട്ട് വരണം. ഭാഗം കെട്ടണം. ഇതെല്ലാം കെട്ടിയിട്ട് ക്ലിയർ ആക്കണം. ഭാഗം നെയ്യാലും വെച്ചിട്ടുണ്ടോ? നമ്മൾ വെറുതെ നിന്നിട്ടൊന്നുമില്ല. ഭാഗം നെയ്യ് കാണുന്നുണ്ടോ? ശ്രദ്ധിച്ച് നോക്കലാവും. കാണുന്നുണ്ട്. അതെല്ലാം ആദ്യം മരിച്ചതാണ്. ഇങ്ങനെ നിരക്കനെ വെച്ചിട്ടുണ്ട്. എല്ലാം കാണുന്നില്ല. ഈ നല്ല സമയം ആരുമില്ല. ഈ വയസ്സായ കാലത്ത് ആരുണ്ടാകാൻ? അതുകൊണ്ട് നോക്കിയിട്ട് അവിടെ വന്നു. അല്ല ചന്ദനം ഉണങ്ങിപ്പോകുന്നു. ചന്ദനം ചുവപ്പ് ചന്ദനം ആ മരം ഇതാണ്. ഇതിൽ മേടിച്ചു കൊണ്ട് നട്ടിട്ട് ഇപ്പം അത്രയായിട്ടുണ്ട്. അത് 10-15 കൊല്ലമായി. വേണ്ട നാടൻ ചന്ദനം. പിന്നെ അബിയു യൂട്യൂബിലും കാണണം. അബിയുപ്പഴം ഇതാണ്. അബിയുപ്പഴം മണം വെച്ച് കഴിഞ്ഞാൽ ലൈമിലുണ്ടാവും. നാട്ടിൽ അത്രയായിരുന്നു. കുറച്ചായിരുന്നു. കുറേ ചന്ദനത്തെ തയ്യെല്ലാം ഇടുന്നു. ഞാൻ ഇവിടെ ഇല്ലാതെ പോയിപ്പോയി.
ഇവിടെയെല്ലാം കാട് പിടിച്ചിട്ട് മഴ പെയ്ത് വെള്ളം നിറഞ്ഞിട്ട് ആകെ ഞാൻ മരം മുറിച്ചാണ്. ആ മരം മുറിച്ചിട്ട് വേര് കണ്ട വേര് തറയിൽ കയറും. ഇവിടുന്ന് ഈ മരം ഉള്ളടക്കുന്ന വേറൊരു മരം മുറിച്ചതിനടുക്കുന്ന കുറ്റി തേർത്ത് പൊന്തിയതാണ്. ഞാൻ ആദ്യം പണ്ട് ഒരു കുറ്റിയുടെ വെച്ചതാണ്, ഒരു ചെറിയ കാലം. അതിപ്പോൾ വളർന്ന് പൊന്തിയത് വലിയ മരം. ഒരു രണ്ടാൾ കൈ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ കൊള്ളുന്ന മരം ഇവിടുന്ന് മുറിച്ച്. അന്നേരം അച്ഛൻ വിറ്റിട്ട് 8000 ഉറുപ്പ്യ അന്നേരം 8000 ഉറുപ്പ്യ കിട്ടി ബങ്കണക്ക്. അതും അതേപോലെ വണ്ണം വെക്കും. പക്ഷെ അത് വണ്ണം വെച്ചിട്ടെന്ന കാര്യം ഇപ്പം പറഞ്ഞു. ഇതങ്ങാണ്ട് പണി പെയ്ത്തുണ്ട്. നല്ല കണ്ടത് പണിയൊക്കെ പെയ്ത്തുണ്ട്. ഓളില്ലാതെ ഓള് വേണ്ടായിട്ട് പോയിട്ടല്ലേ. ഇനി മോൻ്റെ നോക്കിയിട്ട് വേണം കാര്യങ്ങൾ നടത്തിയെടുക്കാൻ. വീടെല്ലാം തേക്കണം, എല്ലാം വൃത്തിയാക്കണം, ശരിയാക്കി എടുക്കണം. വണ്ടി കണ്ടോ? ഈ വണ്ടി എടുത്തിട്ട് ഞാൻ അങ്ങ് വെത്ത്. അത് കറണ്ടിൻ്റെ വണ്ടിയാണ്. ചാർജ് എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. അത് പെട്രോളിൻ്റെ വണ്ടി. ആദ്യം വേറെ വണ്ടി ഉണ്ടായിരുന്നു, അത് ഞാൻ വിറ്റ്. ഇതിന് നന്നാക്കണം. ഇത് ഓട്ടോ ഇല്ല. ഇവിടെ മഴയത്തിട്ടിട്ട് നോക്കുമ്പോൾ അത് നന്നാക്കണം. ആ ശരി. പോടെ.